ഇന്ന് ഈ പച്ചക്കറി തോട്ടത്തിലെ പാലക്കിൻ്റെ തോട്ടത്തിൽ നിന്ന് നമ്മൾ പാലക് ലീഫ് കട്ട് ചെയ്തെടുക്കാം. എല്ലാം വലിയ വലിയ ലീഫാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോവും. അത് കാരണം നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കളക്ട് ചെയ്യാം. കുറേ ഉണ്ട്. പാലക്ക് ഈ സീസണിൽ നന്നായിട്ട് ലീഫ് വലുതായി വരുന്നുണ്ട്. നന്നായിട്ട് ഒത്തിരി വലുതായി ഇത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഒരു ഗ്രീൻ കളർ നല്ലപോലെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മളത് കട്ട് ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ടെൻഡറായിട്ടുള്ള ലീഫ് കിട്ടും. കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അതിന് ഇതായി പോകുന്നു തോന്നുന്നു. പിന്നെ മയിലും പക്ഷികളും ഒക്കെ ഒത്തിരി കഴിക്കുന്നുണ്ടത്. അവർ കഴിച്ചോട്ടെ. എന്നാലും നമ്മളത് കറക്റ്റായിട്ട് ഹാർവസ്റ്റ് ചെയ്താലേ കൂടുതൽ നല്ല ലീഫ് വീണ്ടും വരുമെന്നാണ് ഇവിടുത്തെ മാലി പറഞ്ഞത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തില്ലെങ്കിൽ അതിന് വീണ്ടും ഗ്രോ ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. അപ്പോൾ അത് നമ്മളങ്ങനെ കട്ട് ചെയ്ത് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. കണ്ടോ, നമ്മൾ എടുക്കും തോറും അവിടെ നിന്ന് കൂടുതൽ വരുന്ന ലീഫ് ഒത്തിരി വന്നുകൊണ്ടിരിക്കും. കണ്ടോ, ബിഗ് ലീവ്സ് കണ്ടോ. നമ്മൾ എത്രത്തോളം എടുക്കും അത്രത്തോളം ആ റൂട്ടിൽ നിന്ന് തന്നെ വീണ്ടും അത് വളരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഹാർവെസ്റ്റ് എവറി ഡേ ആണെന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെ ഇത് എവറി ഡേ എടുത്താലും നമ്മൾ എന്നും ആകുമ്പോഴേക്കും നമുക്ക് ലീഫിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്നും കഴിക്കുമ്പോൾ നമ്മൾക്കൊരു മടുപ്പ് വരുന്നുണ്ട്. എല്ലാവർക്കും ആണെന്നറിയില്ല. എനിക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം ചീര ചെയ്തു. അപ്പോൾ എല്ലാ ദിവസവും ചീര തോരൻ. അവസാനം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ചീരയെ മടുത്തു പോയി. അങ്ങനെ വേറെ ആർക്കെങ്കിലും തോന്നുമെന്ന് എനിക്കറിയില്ല. പല തരത്തിലൊക്കെ വെച്ച് നോക്കി. എന്നിട്ടും ഇലക്കറികൾ എന്നും ആകുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരു മടുപ്പ് വരുമെന്ന് എനിക്കുണ്ട്. പിന്നെ പിള്ളേർ ഒക്കെ ചോദിച്ചിട്ടില്ല, എന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ എല്ലാം എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്തത്. എനിക്ക് പിന്നെ കുറച്ചൊരു ബ്രേക്ക് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നുള്ളായിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്പോഴും പാലൊക്കെ ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം ഇരിക്കും, അത് കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വയ്ക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രിസർവേഷൻ മെത്തേഡ് ഉണ്ടോ എന്നിനി നോക്കണം. ഇവിടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഇഷ്ടമാതിരി പാലൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഡിസ്ട്രിബ്യൂഷനൊന്നും വേണ്ടി വരുന്നില്ല ആർക്കും. മിക്കവാറും വീട്ടിൽ നട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊടുക്കാം, ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കാം. മാലിയൊക്കെ കുറേ കൊണ്ടുപോകും. അവർക്കും വേണ്ട, അവരുടെ ഇഷ്ടംപോലെ അവൈലബിൾ ആണിത്. അത് കാരണം ഈ സീസണും കൂടെയാണ്. ഈ സീസണിൽ ഇഷ്ടമാതിരി ഉണ്ട്. വില വളരെ കുറവാണ്. 10 രൂപയ്ക്കൊക്കെ നിറയെ ഒരു കെട്ട് കിട്ടും. അപ്പോൾ അത് കാരണം നമ്മൾ തന്നെ എടുത്തിട്ട് നമുക്കിതൊക്കെ ഒരു ഭയങ്കര ഇതല്ലേ. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും വലിയ ലീഫും കേരളത്തിലൊന്നും വരുന്നില്ല. അത് കാരണം നമുക്കത് കളയാനും തോന്നുന്നില്ല. ലീഫി വെജിറ്റബിളിൻ്റെ ഗുണങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം ഇത് എങ്ങനെയാണൊന്ന് പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വാഷ് ചെയ്ത് ക്ലീനാക്കിയിട്ട് നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. കുറേയൊക്കെ കറി വയ്ക്കാനും ഒക്കെ എടുക്കാം. പക്ഷേ ഇത് കട്ട് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ഇതിൻ്റെ ഒരു ഗ്രോത്തിന് ഇത് വരുമെന്ന് പറഞ്ഞു. കൂടുതൽ നന്നായിട്ട് വരണമെങ്കിൽ നമ്മൾ ലീഫ് കട്ട് ചെയ്ത് എടുക്കുക തന്നെ വേണം. ഇതിപ്പോൾ തന്നെ കണ്ടില്ലേ, സച്ച് എ ബിഗ് ലീവ്സ്. വലിയ ഇലകളായി എന്ന് പറഞ്ഞാൽ നമ്മളത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത്
ഈ എടുക്കും തോറും വരുന്നതാണ്. ഞാൻ കുറേയൊക്കെ എടുത്തത് കൊണ്ടാണ് ഇത്രയും വലിയ ലീഫ് വന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതൽ ലീഫായിപ്പോയി. അത് കട്ട് ചെയ്ത് കൊടുത്തേ പറ്റും. എന്നാൽ അടുത്ത ലീഫിന് വരാനുള്ള സ്പേസ് എനിക്ക് നമ്മൾക്ക് കൊടുക്കണം. നല്ല ചെടിക്ക് അടുത്തത് വരാനുള്ള ഒരു ടെൻഡൻസി വരുള്ളൂ. എല്ലാ വെജിറ്റബിളും അങ്ങനെയാണ്. നമ്മൾ കറക്റ്റായിട്ട് ഈൽഡ് എടുത്താൽ മാത്രമേ അവർക്ക് വീണ്ടും അതിൽ കറക്റ്റായിട്ട് അടുത്ത കായ്കളും ഇലകളും ഒക്കെ വരാൻ തോന്നത്തുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നമ്മളെപ്പോഴാണോ മുളകും അതും ഇതുമൊക്കെ ചെടികളൊക്കെ നടുമല്ലോ, നമ്മൾ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം അത് ഈൽഡ് തന്നുകൊണ്ടിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവം. വീട്ടിലുള്ള മുളക്, കാന്താരി മുളകൊക്കെ ഞാൻ എടുക്കും തോറും കൂടിയേ വരുന്നത്. കണ്ടോ, ഇപ്പോൾ ഇത്രയും കിട്ടി, ഇത്രയും ലീഫ് കിട്ടി കണ്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് പ്രിസർവ് ചെയ്യാനുള്ള ഒരു ഇതാണ് നോക്കുന്നത്.